അയോധ്യയെ ബന്ധപ്പെട്ട് കുറച്ച് ന്യൂസുകൾ കുറച്ച് ദിവസമായിട്ട് വരുന്നുണ്ട്. അപ്പം അയോധ്യയിൽ കുറേ സംഭവങ്ങൾ കാണാനില്ല, സാമ്പത്തിക ക്രമക്കേടുകളുണ്ട്, അങ്ങനെ കുറേ ന്യൂസ്. ഇങ്ങനെ ന്യൂസുകളിൽ ഇങ്ങനെ എന്താ പറയുക, കോടികൾ, 500 കോടി 1000 കോടി എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. വിശ്വസിന്ധി സേവാ സംഘം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഏകദേശം 200 കിലോയുടെ കട്ട അയോധ്യയിൽ ഡൊണേഷൻ കൊടുത്തെന്നും അത് അവിടെ കാണാനില്ല എന്നാണ് ഫസ്റ്റത്തെ ഒരു ആരോപണം. രണ്ടാമത്തെ ഒരു ആരോപണം, ജ്വല്ലറി അസോസിയേഷൻ 60 കിലോ കട്ടി കൊടുത്തു അതവിടെ കാണാനില്ല എന്നാണ്. പിന്നെ അതിനുശേഷം കുറെ ക്രമക്കേടുകളുണ്ട്, സാമ്പത്തികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു അമ്പലത്തെ ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ, അയോധ്യ ടെമ്പിള് ഗവൺമെന്റിന്റെ അല്ല, അത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ പേരിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ട്രസ്റ്റാണ്. അത് ഗവൺമെന്റ് അതിൽ കൈകടത്താനോ പരിപാടികളൊന്നും പറ്റില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റാണ്. അത് 2020 അവർ ഈ പറഞ്ഞ പോലെ ടെമ്പിൾ ഫോം ചെയ്ത ട്രസ്റ്റാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഒരു 15 അംഗ ട്രസ്റ്റാണത്. ഈ ട്രസ്റ്റിന്റെ യാതൊരു സാമ്പത്തിക കൈകാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കൈകാര്യങ്ങളും ഗവൺമെന്റ് ഇല്ല. കംപ്ലീറ്റ് ഓട്ടോണമസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ട്രസ്റ്റാണത്. വെള്ളിക്കട്ടി അല്ലെങ്കിൽ കട്ടയുടെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം അവർ പറയുന്നുണ്ട് ഞങ്ങളത് ഡൊണേറ്റ് ചെയ്തു, പക്ഷെ അവർ ഡൊണേറ്റ് ചെയ്ത രേഖകൾ അവരെ കയ്യിലും ഇല്ല, ഈ ഡൊണേറ്റ് ചെയ്ത രേഖകൾ ഈ ക്ഷേത്രത്തിലും ഇല്ല. അപ്പം ഈ വെള്ളിക്കട്ടികളുടെ കാര്യത്തിൽ ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. SITയുടെ ഫൈനൽ റിപ്പോർട്ട് ഏകദേശം ഒരു ജൂലൈ ഫസ്റ്റ് വീക്കിൽ വരും. ഇപ്പോൾ വന്നത് പ്രിലിമിനറി റിപ്പോർട്ടാണ്. അപ്പം ഇതുവരെ തെളിവുകൾ ഈ പറഞ്ഞ വെള്ളിക്കട്ടികൾ കൊടുത്തതിന് തെളിവ് കിട്ടിയില്ല. അതായത് ഏകദേശം ഒരു 7.5 കോടി 8 കോടിയുടെ ഒരു പ്രശ്നങ്ങളാണ് ആക്ച്വലി കാണിക്കുന്നത്. ചിലർ അതിലും കൂടിയ കണക്കുകൾ പറയുന്നവരുണ്ട്. ഈ വെള്ളിക്കട്ടികൾ അല്ലെങ്കിൽ കട്ടകൾ കൊടുത്തതിന് ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടെന്നാണ് ഇത് കൊടുത്ത ആൾക്കാർ പറയുന്നത്. വെച്ചാൽ അവരുടെ അടുത്ത് എവിഡൻസ് ഉണ്ടെന്നാണ്. അത് SIT നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമ്പലത്തിൽ ഇത് കൊടുത്തതിന് യാതൊരു എവിഡൻസോ കാര്യങ്ങളോ ഇല്ല. ഈ ആരോപണം വന്ന സമയത്ത് ഓൾറെഡി ഗവൺമെന്റ് ജൂൺ തുടക്കത്തിലൊക്കെയാണ് ഈ ആരോപണം വന്നത് ഈ കൊല്ലം. അങ്ങനെ ഗവൺമെന്റ് എന്ത് ചെയ്ത് ജൂൺ 13 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്ത് ഗവൺമെന്റ് ഫോം ചെയ്ത് അന്വേഷണം തുടങ്ങി. ഈ അന്വേഷണം തുടങ്ങി അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ ട്രസ്റ്റിന്റെ സാമ്പത്തിക കൈകാര്യങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിലെ പല സ്റ്റാഫുകളെയും കൊണ്ടുവരുന്നത്. 1500 സ്റ്റാഫുകൾ വരെ ഒരു സമയത്ത് ഈ പറഞ്ഞ അയോധ്യയിൽ അമ്പലത്തിലുണ്ടായിരുന്നു, വർക്ക് ചെയ്തിരുന്നു. അമ്പലമായി ബന്ധപ്പെട്ടതിലും ഇപ്പോൾ ഏകദേശം 800ഓളം സ്റ്റാഫുകളാണുള്ളത്. അതിൽ 200 സ്റ്റാഫുകളെയാണ് ആക്ച്വലി ട്രസ്റ്റ് വെക്കുന്നത്. ബാക്കിയുള്ള സ്റ്റാഫുകളെ മൊത്തം ഔട്ട്സോഴ്സ് ചെയ്യാണ്. ട്രസ്റ്റിലെ സാമ്പത്തിക കാര്യങ്ങളെ ബന്ധപ്പെട്ട പല സ്റ്റാഫുകളിലും ഈ പറഞ്ഞ ഡൊണേഷൻ എടുക്കുന്ന സമയത്ത്, ഡൊണേഷൻ ബോക്സിന്റെ സമയത്ത്, പൈസ എണ്ണുന്ന സമയത്ത് CCTVയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കൃത്യമായ കണക്കുകൾ വെക്കാത്ത കാര്യങ്ങൾ, ജോലിക്കാർ പൈസ നൈസായിട്ട് എടുത്തു കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ ഇറഗുലാരിറ്റീസ് SIT കണ്ടെത്തി. SIT എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് അപ്പോയിന്റ് ചെയ്ത SIT. പിന്നെ അവർ കണ്ടെത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ പല എംപ്ലോയികളും ഈ പറയുന്ന പോലെ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ട്. വെച്ചാൽ 10,000-20,000 രൂപ ശമ്പളം കിട്ടുന്ന പല എംപ്ലോയികളുടെയും ലൈഫ് സ്റ്റൈൽ അതിലും വലുതാണെന്നും ഇവർ കണ്ടെത്തി. SITയുടെ പ്രിലിമിനറി റിപ്പോർട്ട് 23 വന്നു. അപ്പം ഓൾറെഡി ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടതിന് ശേഷം 40ഓളം ആൾക്കാരെ ട്രസ്റ്റ് തന്നെ ഓൾറെഡി പുറത്താക്കിയിട്ടുണ്ട്. ഏകദേശം 17 ആളുകൾക്കെതിരെയാണ് SIT FIR ഇടണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ 17 ആൾക്കാരിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പല ആളുകളുടെ വീട്ടിൽ നിന്ന് പൈസ കണ്ടെത്തിയിട്ടുണ്ട്, പല ആളുകൾ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, പല ആളുകൾ ഈ ഡൊണേഷൻ ബോക്സുകൾ ഈ CCTV ഇല്ലാത്ത ഗ്യാപ്പിലോ CCTVനെ മാറ്റിയിട്ട് നൈസായിട്ട് അവർക്ക് അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയതും അനുവാദമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. പലരും വീട്ടിന്റെ ബാക്കിൽ നിന്ന് പൈസ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു RSSന്റെ അമ്പലോ അങ്ങനെയൊന്നല്ല, ഇതൊരു ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിലെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവാം. പിന്നെ പൊതുവെ വിശ്വാസികളാണെങ്കിൽ ഉണ്ടാവുക, അവിശ്വാസികൾ എന്തായാലും ഇതിലുണ്ടാവില്ല. SIT പറയുന്നത് വെച്ചാൽ ഇതൊരു ഒറ്റവട്ടം നടന്നൊരു കളവോ കൊള്ളയൊന്നുമല്ല. ഇത് കുറച്ച് ജോലിക്കാർ കുറച്ച് കാലങ്ങളായി എന്നുവെച്ചാൽ ഓരോ ദിവസവും കുറച്ച് പൈസ വെച്ച് എടുത്തുകൊണ്ടേ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക, ഒരു ലൂട്ടിംഗ് ആണെന്നാണ് SIT റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഈ അമ്പലം തുടങ്ങിയ സമയത്ത് 4000ഓളം കൺസ്ട്രക്ഷൻ സ്റ്റാഫുകളും പിന്നെ ഈ അമ്പലത്തിലെ പല കാര്യങ്ങളും ബന്ധപ്പെട്ട് പല താൽക്കാലിക സ്റ്റാഫുകളുണ്ട്. അപ്പോൾ SIT ആക്ച്വലി എല്ലാ ആളുകളിലേക്കും അന്വേഷണം നോക്കുന്നുണ്ട്. അയോധ്യ അമ്പലം നടത്തുന്ന ട്രസ്റ്റും ഗവൺമെന്റിന് ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇറഗുലാരിറ്റീസ് തീർക്കണം എന്ന് പറഞ്ഞിട്ടും. അതുപോലെ തന്നെ ട്രസ്റ്റ് കംപ്ലീറ്റ്ലി എന്ത് അന്വേഷണം വരികയാണെങ്കിലും ഈ ട്രസ്റ്റ് ഇതിനെ പൂർണ്ണമായി സഹകരിക്കുമെന്നും ട്രസ്റ്റിന്റെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അമ്പലത്തിന്റെ ഒരു സീനിയർ ട്രസ്റ്റിയായ നൃപേന്ദ്ര മിശ്ര അയോധ്യയിൽ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഇറഗുലാരിറ്റീസ് കാണുന്നു. ഓൾറെഡി അവിടെ അലഹബാദ് കോടതിയിലെ 2 ജഡ്ജികളെ വെച്ചിട്ട് അവരൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി ആക്ച്വലി ഇതിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ആക്ച്വലി SIT ഇത് അന്വേഷിക്കുന്നത്. ഇപ്പോൾ SITയുടെ ഫൈനൽ റിപ്പോർട്ട് നമുക്കൊരു ജൂലൈ ഫസ്റ്റ് വീക്കിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പ്രിലിമിനറി റിപ്പോർട്ട് വന്നതിലാണെങ്കിലും ഫൈനൽ റിപ്പോർട്ടായിരിക്കും കംപ്ലീറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൃത്യമായ രീതി. ഇപ്പോൾ കുറേ ഊഹാപോഹങ്ങളും പല കാര്യങ്ങളുണ്ട്. 17 ആൾക്കാർ കുറ്റക്കാരാണെന്ന് ഒരു SIT കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇതടക്കം എന്തൊക്കെയാണ് കൃത്യമായി പോയത്, എന്തൊക്കെ വാല്യൂ ഉള്ള വസ്തുക്കളാണ് പോയത്, ടോട്ടൽ എന്താണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്നുള്ളത് SIT ഏകദേശം ഒരു ജൂലൈ ഫസ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് റിപ്പോർട്ട് ആക്ച്വലി കൊടുക്കും. അതിനുശേഷമായിരിക്കും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുക. സാമ്പത്തിക അല്ലെങ്കിൽ ഡൊണേഷൻ ബോക്സുകൾ കൈകാര്യം ചെയ്യുന്നോ കൗണ്ട് ചെയ്യുന്നോ എല്ലാ സ്റ്റാഫുകളെയും ഇവിടുന്ന് മാറ്റണം, എല്ലാത്തിനും ഒഴിവാക്കണം. പിന്നെ കംപ്ലീറ്റ് ഓഡിറ്റിംഗ് വീണ്ടും നടത്തണം. അതുപോലെ തന്നെ സെക്യൂരിറ്റി CCTV അങ്ങനത്തെ ക്യാമറകൾ പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. CCTV ക്യാമറകൾ വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യണം. പല സ്ഥലങ്ങളിൽ ഇനിയും CCTV ക്യാമറ വെക്കണം. ഇതൊക്കെയാണ് ആക്ച്വലി SITന്റെ റെക്കമെൻഡേഷൻസ് ഈ കേസിൽ. ഇതൊക്കെയാണ് ഇതിന്റെ നിലവിലുള്ള അപ്ഡേഷൻ. ഇതൊക്കെയാണ് SIT കണ്ടെത്തിയത്. അപ്പം എന്തായാലും ഫൈനൽ റിപ്പോർട്ട് വരട്ടെ. എന്തായാലും ഗവൺമെന്റ് ഇതിൽ കൃത്യമായ കാര്യങ്ങൾ എടുക്കണം. ഇങ്ങനെ ആരെങ്കിലും ഈ അമ്പലത്തിൽ ഉടായ്പ കളിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ അമ്പലത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കും വേണം. അതാണ് ആക്ച്വലി ചെയ്യേണ്ടത്.